ഗുഡ് മോർണിംഗ് മോളെ. അയ്യോ സോറി അമ്മേ, കുറച്ച് ലേറ്റ് ആയി പോയല്ലേ. അയ്യോ അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ എണീക്കുമ്പോ തന്നെ 7-8 മണിയൊക്കെ ആവും. ഇവിടെ അച്ഛനെ എണീക്കുന്നത് 8-9 മണി. അച്ഛൻ രാവിലെ റബ്ബർ വെട്ടാൻ പോയി, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കിടന്നുറങ്ങും. പിന്നെ ഇവനാണെങ്കിൽ ഡ്യൂട്ടി ഉള്ള ദിവസമാണെങ്കിൽ 8 മണിക്ക് മുന്നേ എണീറ്റ് പോവും. അല്ലാത്ത ദിവസം 10-11 മണിയാണ്. ഉച്ചക്കലത്തെ ഭക്ഷണം കൂടി ഒരുമിച്ചാണ് ഇവൻ കഴിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. എൻ്റെ മോള് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ 8 മണിക്ക് 10 മണിക്കൊക്കെയാണ് അവളെ എണീക്കുന്നത്. അപ്പോൾ അവളെ പോലെ തന്നെയല്ലേ നീയും. എപ്പോൾ ആണെങ്കിലും എനിറ്റാൽ മതി. മോളുടെ സ്വന്തം വീട് പോലെ കിടന്നുറങ്ങിക്കോ. എപ്പോഴാണോ ഉറക്കം തീർന്നത് അന്നേരം എനിറ്റാൽ മതി കേട്ടാ. അമ്മ ഉണ്ടാക്കിയ കാപ്പിയാണ് ഇഷ്ടാവോ എന്ന് അറിഞ്ഞുവിടാ. എന്നാലും കുടിച്ചു നോക്ക്. പാല് കാപ്പി ഭക്ഷണം കഴിക്കുമ്പോൾ എടുക്കാം കേട്ടാ. എന്നാ ഫ്രഷ് ആയിട്ട് വന്നാ മതി. ആ ശരി അമ്മേ. മോളെ എന്താ ചായ അവന് വെച്ച് കൊടുത്തേക്കിട്ടാ. ഇന്നലെ ഞാൻ ചായ കൊണ്ട് കൊടുത്തപ്പോ അവൻ പറയണ, ഓ അവളുടെ ചായ ഇതിലും ഭേദം, നമ്മുടെ ചായ എന്ത് വാട്ട ചായ. അവൻ പണ്ട് എന്റെ ചായ കുടിക്കൂല, എന്നും കുറ്റം പറയും. ചായന്ന് വല്ലാണ്ട് കൊല്ലത്ത് ഒരു ദിവസം പറയണത്. അന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറ്റം പറയാം നമ്മുടെ ചായ ഉള്ളിലെന്ന്. മോളുടെ ചായ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പൊ അവനൊരു ചായ ഉണ്ടായി കൊടുത്തേക്കട്ടെ. അവന് മാത്രം ഞാൻ വെച്ചില്ല, അച്ഛനൊക്കെ ഞാൻ കൊടുത്തു. മോളെ അവനൊരു ചായ ഉണ്ടായി കൊടുത്തേക്ക്. പറഞ്ഞ എനിക്ക് കേക്ക്. മോളുടെ ചായ അല്ലെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. ശരി അമ്മേ, ആക്കാം. ചക്കപ്പഴം വേണം മോളെ? വേണ്ടമ്മേ വേണ്ട. അമ്മേ ഞാനൊന്ന് വീട്ടിൽ പോവാനായിട്ട് എൻ്റെ ചേട്ടനോട് പറഞ്ഞില്ല. മോളുടെ സ്വന്തം വീട്ടിലോട്ട് പോണേ എന്നോട് ചോദിക്കാൻ, അവനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. മോളുടെ വീട്ടിൽ പോണെങ്കിൽ മോളുടെ സമ്മതം മതി. മോക്ക് പോണോ പൊയ്ക്കോ. പോവാൻ നേരത്തെ അമ്മനോട് അമ്മേ അത് പോയിട്ട് വരാം മതി, കഴിഞ്ഞ്. സമ്മതം ചോദിക്കാൻ എന്തെന്ന്? ഇത് മോളുടെ വീട്, അതും മോളുടെ വീട്. മോക്ക് ഇഷ്ടമുള്ള സമയത്ത് പോവാ വരിക. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല. പിന്നെ അവനോട് ചോദിച്ച് സമ്മതം മേടിക്കുക അങ്ങനത്തെ ഒരു വഴക്ക പരിപാടി ഇവിടെ വേണ്ട. മോക്ക് ഇഷ്ടമുണ്ടാ മോളുടെ വീട്ടിലെ അച്ഛനമ്മനെ കാണാൻ പോണം, പോണോ അങ്ങോട്ട്. അതിനിപ്പോ ചോദിക്കാനും പറയുന്നത് എന്താണ്? ചക്കപ്പഴം വേണ്ടല്ലോ? വേണ്ടമ്മേ വേണ്ട, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എല്ലാരും ചോദിക്കാണ് 5-8 മാസമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, വിശേഷമൊന്നും ആയില്ലേ എന്ന്. അത് അയ്യോ അതിന് മോളൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു അവർക്ക് എപ്പോഴാണ് കുഞ്ഞു വേണ്ടതെന്ന് വെച്ചാൽ അന്നേരം ആവും. അതിപ്പോ 1 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്കത് ഒരു കുഴപ്പമൊന്നുമില്ല. മോള് അവനുമല്ല, മോള് എന്നാണ് തീരുമാനിക്കുന്നത് എനിക്കൊരു അമ്മയാവണമെന്ന് തോന്നണത് അന്ന് മതി കൊച്ചുങ്ങള്. പിന്നല്ലാണ്ട് ഈ ആൾക്കാരെ പറയുന്നവരെയാണ് ഒന്നുമല്ല. ആൾക്കാർ ചെല്ലും ചെലവിനൊക്കെ കൊടുക്കുക, അതൊന്നുമില്ല. മോളുടെ ഇഷ്ടം പോലെ മോള് പ്രസവിച്ചാൽ മതി. പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോ തന്നെ അത് രണ്ടാമത് വർത്താനോട് പറഞ്ഞു കൊടുത്തു. പിന്നെ മോളെ ഡ്രസ്സുകൾ ഒരുപാട് അലക്കാനുണ്ടല്ലോടാ, ഞാൻ എടുക്കുന്നുണ്ട് കേട്ടാ. അമ്മേ അത് ഞാൻ അലക്കിക്കോളാം അമ്മേ, അതൊന്നും എടുക്കണ്ട. അതൊന്നും കുഴപ്പമില്ല. മോളുടെ ആയാലും അവന്റെ ആയാലൊക്കെ ഞാൻ അലക്കണ എന്താ. ഇത്ര ആൾ അവന്റെ ഡ്രസ്സൊക്കെ അലക്കിയിരുന്ന ഞാനല്ലേ. പിന്നെ ഒരെണ്ണം കൂടി കൂടും, അത്രയല്ലേ ഉള്ളൂ. അതിനെന്താണ് ഇപ്പൊ. എന്റെ മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ഡ്രസ്സ് മാറിത്തരും അമ്മ എന്നാന്ന് പറയും. നല്ല ഡ്രസ്സുകൾ ഞാൻ പുറത്തു കൊണ്ടേ അലക്കുള്ളൂ. എനിക്ക് നല്ല വെള്ളത്തിൽ 3-4 പ്രാവശ്യം ഊരണം, ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്നിട്ട് സ്പിന്നിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടും. വീട്ടിലുള്ള ഡ്രസ്സുകളൊക്കെ പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടാല്ല. അമ്മ ഇതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാ. അത് അമ്മ അലക്കിക്കോളാം, മോളൊന്നും പേടിക്കണ്ട. ഇത് പുതുമോടി ആയതുകൊണ്ടല്ല, അറിയാല. 8-10 മാസമായിട്ട് അമ്മ ഇതല്ലേ ചെയ്യണത്. അമ്മക്കറിയാം മക്കളുടെ കാര്യം കേട്ടാ. അമ്മ അലക്കിയിട്ടോളാം. മോളുടെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ചെയ്തോ. ശരി അമ്മേ. മോളെ വൈകിട്ട് നിങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോകും. എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് അവനാണ് ജോലി കഴിഞ്ഞൊരു മയ്യോ 10 എന്ന് പറഞ്ഞ് കിടക്കും. എന്താവശ്യം? പുറത്തൊക്കെ ഒന്ന് പോകണം, അതൊക്കെ അല്ലേ ഒരു സന്തോഷം. ഇടയ്ക്ക് പുറത്തൊക്കെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വാ. അതിപ്പോ പ്രശ്നമാണോ? വീട്ടില് ഇവിടെ അമ്മായിയുടെ വീട്ടില് വെല്ലുമണി വീടൊക്കെ ഇവിടെ അടുത്തില്ലേ, അവിടെ കിടക്കൊന്ന് പോ. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാനാണ് വന്നത്. അതൊന്നും വേണ്ട. അവൻ വൈകുന്നേരം വരുമ്പോ ഞാൻ അവനോട് പറയാല. അവനല്ലെങ്കിൽ മടിയനാണ്, പുറത്തൊന്നും പോകൂല. ഞങ്ങളെയൊന്നും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടില്ല. മോളത് കേൾക്കണ്ട, സമ്മതിക്കരുത്. വൈകുന്നേരം വരുമ്പോൾ പറയണം എനിക്ക് പുറത്ത് പോകണമെന്ന്. പാർക്കിലാ ബീച്ചിലാ എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഒരു സിനിമയെ കണ്ടിട്ടോ. അത് കുറേ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അച്ഛനാ എനിക്കൊന്നും സിനിമ ഒരു 3 മണിക്കൂർ ഇരുന്ന് കാണാനുള്ള ക്ഷമയില്ല. അതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പോയേനെ. മോള് പോയി കണ്ടിട്ട് വാ. കുറേ സിനിമകൾ പുതിയത് വന്നിട്ടുണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ പോയി കണ്ടിട്ട് വാ. എന്തോ ആവേശം ഒന്നുകൊണ്ടൊക്കെ നല്ലതാണെന്നൊക്കെ അപ്പുറത്തെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, അവരൊക്കെ കാണാൻ പോയിട്ട്. അപ്പം അതാ എന്തായാലും പോയി കണ്ടിട്ട് വാ കേട്ടാ. അവൻ വരുമ്പോൾ പറയും, എന്നിട്ട് പോ. ബിരിയാണി വെച്ചിട്ടുണ്ട്, കഴിക്കണമെങ്കിൽ ഇവിടുന്ന് കഴിക്കില്ലെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് വാ. ഒരു ഭയങ്കര തന്നെ അപ്പൊ എന്നെ കൊല്ലൂ. ആ മോളെ എന്താന്ന് വെച്ചാ വെച്ചോ. വേണ്ടമ്മേ, അമ്മ സീരിയലുണ്ടോ? ഓ എനിക്കങ്ങനെ സീരിയൽ പറയുമ്പോ ഒന്നുമില്ല. ഇവിടെ അച്ഛൻ കാണുമ്പോ കൂടെ ഇരുന്ന് കാണുമ്പോ അങ്ങനെ കണ്ടത് ഇഷ്ടം പിടിച്ചാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നാളെ ഉച്ചക്കാവെല്ലാം കണ്ടാ പോരെ. മോക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ കണ്ടോ. എനിക്കങ്ങനെ സീരിയലൊന്നും അങ്ങനെ വലിയ പ്രിയൊന്നുമില്ല. എന്തെങ്കിലും ആരെങ്കിലും വെച്ചാൽ കാണാം, അത്ര തന്നെ, അതേ ഉള്ളൂ.
അയ്യോ ഒരു പാവം, എനിക്ക് ഒന്നും പറയാനില്ല അതിനകത്ത്. എൻ്റെ അമ്മയെ ഒരു മിടുക്കി. 5 മാസമായില് കല്യാണം കഴിഞ്ഞിട്ട്, ഒരു കുറ്റം അതിനെ പറ്റി പറയാനില്ല. പിന്നെ ഇത്തിരി പണിയൊക്കെ ചെയ്യാൻ പുറകോട്ടാണ്. അതിപ്പോ വീട്ടിലൊന്നും ചെയ്തു വന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മളിവിടെ നമുക്ക് ഒരു പണി ചെയ്യാനാണ് ഒരാളെ കൊണ്ടുവരുന്നത്? ഒന്നുമില്ല. ഞാൻ എൻ്റെ പണി രാവിലെ 4 മണി 5:30 ആകുമ്പോൾ എണീറ്റ് ഞാൻ എൻ്റെ പണിയും തീർത്തു. ഞാനിവിടെ ഇരിക്കും, വെറുതെ ഇരിക്കും. 8 മണിയാകുമ്പോഴേക്ക് എൻ്റെ സകലമായ പണിയും തീരും. അവൻ അങ്ങോട്ട് ചോറും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. മിടുക്കി കൊച്ചാന്നൊന്നും പറയാനില്ല, അത്രയും മിടുക്കി. എനിക്ക് ഇതുപോലെ ഒരു മരുമോളാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് തന്നെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു പോലത്തെ ഒരു മരുമോൾ എനിക്ക് കിട്ടി. എല്ലാവർക്കും എന്നോട് അവിടെ അസൂയാണ്, നല്ല മിടുക്കിയാണല്ലോ, കാണാൻ തിരക്കേടില്ല, മുടിയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലത്തെ തന്നെ ഒരു മിടുക്കി പെണ്ണിനും എനിക്ക് കിട്ടിയത്. ഞാനതിനകത്തൊരു ഭാഗ്യവതിയാണ്. ആ കൊച്ചി വീട്ടിലോട്ട് വന്നു കയറിയതിന് ശേഷം നല്ല ഐശ്വര്യമാണ്. ചതയുന്ന ആളാണേ, പിടിക്കാവാതിരിക്കോ? അയ്യോ എൻ്റെ ദൈവമേ, വന്നതിന് ശേഷം ഓരോരോ ഭാഗ്യങ്ങൾ കയറി കയറി വരികയാണ്. ഞാനത് എപ്പോഴും പറയും. എൻ്റെ മോള് വന്നു കയറിയതിന് ശേഷം, മോളെ എന്നെ വിളിക്കുള്ളൂ, മരുമോളല്ല എൻ്റെ മോളാണ്. മോള് വന്നു കയറിയതിന് ശേഷം ഈ വീടിന് നല്ല ഐശ്വര്യമാണ്. ചേട്ടൻ എപ്പോഴും പറയും, അയ്യോ ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞാൽ ജീവനാണ്. സ്വന്തം മോളെക്കാളും ഇഷ്ടം ഇപ്പം അവളെയാണ്. അപ്പൊ എന്തുണ്ടെങ്കിലും ഇത് മോൾ കണ്ടാ എന്ന് പറഞ്ഞിട്ട് വേറെ കൊണ്ടെന്ന് നോക്കും. പുള്ളിക്കാരൻ എനിക്ക് പോലും മക്കൾക്ക് പോലും കൊണ്ടു കൊടുക്കൂലായിരുന്നു. മോളെന്ന് പറഞ്ഞാൽ ജീവനാണ്. അത്ര കാര്യമായിട്ട് അവള് മതി. രാവിലെ അച്ഛന് ചായ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് കൊടുക്കും. അത്ര സ്നേഹമാണ്. എവിടെ പോയി വന്നാൽ അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരും, എനിക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അവനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുള്ളൂ. അതുപോലത്തെ ഒരു കൊച്ച് ഞങ്ങളുടെ ഭാഗ്യം. അത് പറഞ്ഞാ മതിയല്ല. അമ്മേ എന്നെ വിളിച്ചായിരുന്നാ? വിളിച്ച് വാ ഇരിക്കും മോളെ. ദാ ഈ വളയ സാധനങ്ങളൊക്കെ ഇനി മോക്കുള്ളതാണ്. അയ്യോ എനിക്കൊന്നും വേണ്ടമ്മേ. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇതൊക്കെ ദാ മോക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നാണ്. എനിക്ക് 2 പെൺമക്കളാണെന്നറിയാല്ല. ഒരാൾക്കും ഞാൻ ഇതിൽ നിന്നൊന്നും കൊടുത്തിട്ടില്ല. അല്ലാതെ സ്വർണം കൊടുത്തിട്ടുണ്ട്, ശ്രീധനായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് എൻ്റെ അമ്മ തന്നാണ്. അതെൻ്റെ മോൻ്റെ ഭാര്യയ്ക്ക് തന്നെ കൊടുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പുതുക്കി വെച്ചതാ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഴയ ഫാഷനൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വിചാരിച്ചു. ലക്ഷ്മികളൊക്കെ ഉണ്ട്, അതൊക്കെ പഴയ ഫാഷനല്ലേ ഭംഗി. അപ്പം മോക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തിട്. ഇതെല്ലാം മോക്കുള്ളതാണ് ഇനി. ഇന്നാ പിന്നെ ദേ ഈ പെട്ടിയിലും പെട്ടിയിലൊക്കെ നിറച്ച് സാരികളുണ്ട്. മോളിടുന്ന പോലത്തെ ഈ പാവാടയും ബ്ലൗസും അങ്ങനത്തെയൊക്കെ തയ്ക്കാൻ പറ്റിയ സാരികൾ ഇരിക്കുന്നുണ്ട്. പണ്ടൊക്കെ അച്ഛന് ഈ മാറുന്ന സൈസ് സാധനങ്ങൾ എനിക്ക് ഈ സാരികൾ മേടിച്ചിട്ട് വരുമായിരുന്നു. കാഞ്ചീപുരം അത് ഇത് എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പം അതെല്ലാം ഉണ്ട്. ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. ഒരു കല്യാണം വിളിച്ചാൽ ചേട്ടനാണ് പോണത്. അപ്പം പിന്നെ എനിക്ക് ഈ സാരി മണിയൊന്നും വേണ്ട. പിന്നെ എനിക്ക് തൊടിയിലും പറമ്പിലൊക്കെ കിളച്ച് നടക്കുന്ന ആളല്ലേ. ഈ 2 വള തന്നെ ധാരാളം. എനിക്ക് എല്ലായിടത്തും പോകണമെങ്കിൽ ഇത് തന്നെ മതി. ഞാൻ ഈ പോകണമെങ്കിൽ ടൗൺ വരെ പോകും. മോള് പോകുന്നത് ഇട്ടിട്ടുണ്ട് പോകും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് മോള് ഇതിട്ട് കാണുന്നത്. മക്കൾക്ക് പോലും കൊടുക്കാണ്ട് ഞാൻ എടുത്ത് വെച്ച സാധനമാണ്. അവരൊന്ന് ചോദിക്കും എന്താണ് അമ്മ മരുമോക്ക് കൊടുത്തതെന്ന്. അപ്പം മരുമോളല്ല, എൻ്റെ മോള് തന്നെയാണ്. അതുകൊണ്ട് ഇത് എൻ്റെ മോക്കുള്ളതാണ് കേട്ടോ. മോള് പോയി കിടന്നോ? ഞാനിതൊക്കെ ഒതുക്കി വെച്ചിട്ട് കിടന്നോ? അത് വേണ്ടമ്മേ, ഞാനും കൂടി സഹായിക്കാം. അതൊന്നും വേണ്ട, നേരത്തെ പോയി കിടന്നോ. എനിക്കിവിടെ ചെയ്യാനുള്ള പണിയല്ലേ ഉള്ളൂ. ഒന്ന് മാവ് കൂടി അരച്ചു വെക്കണം, നാളത്തേക്കുള്ള ഇഡ്ഡലിയിടാം. അവിടെ കഴിഞ്ഞ് എനിക്ക് കിടക്കണം. അയ്യോ എൻ്റെ അമ്മയെ ക്ഷീണമായിപ്പോയി. യാത്രയും കഴിഞ്ഞ് വന്നിട്ടേ മോള് പോയി കിടന്നോ, സമയം കളയണ്ട. ദൈവമേ, നാളെ എൻ്റെ കല്യാണമാണ്. ഞാനിപ്പോൾ സ്വപ്നം കണ്ട പോലത്തെ തന്നെ അമ്മായിമിന് എനിക്ക് കിട്ടണേ. എന്താണ് സ്വപ്നം കണ്ടാണോ? ഇതുപോലൊരു സ്വപ്നം ഞാനൊരു 3-4 കൊല്ലം മുന്നും കണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇതൊക്കെ നടക്കൂന്ന്. എവിടെ നടക്കാൻ? നമ്മൾ ഈ ചെക്കന്മാരുടെ ഒപ്പം മലപ്പുറത്ത് നോക്കൂലേ? ചെക്കന്മാരുടെ ഒപ്പം അല്ല നോക്കണ്ടത്, അമ്മായിയമ്മത്തകളുടെ ഒപ്പം മലപ്പുറത്ത് നോക്കണം. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. എൻ്റെ ദൈവം, എൻ്റെ ജീവിതം നശിക്കാൻ കാരണം തള്ളയാണ്. എനിക്ക് പറഞ്ഞാൽ കരി വരും. കിടന്നിറങ്ങാൻ നോക്ക്. സ്വപ്നം കണ്ട ഒന്നും ഭരിക്കാൻ പോണില്ല പിന്നല്ലാണ്ട്.